അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് അവരുടെ ജീവിത പങ്കാളികളോട് നടത്തിയ പെരുമാറ്റം. യുക്തിവാദിയും നിരീശ്വരവാദിയും ലിബറലിസവും തലക്ക് പിടിച്ച ആളുകൾ, സുബ്ഹാനല്ലാഹ്, ആധുനിക മോഡേണിസ്റ്റുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ പറ്റി വളരെ മോശം പറയാറുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ മോശമാക്കി ചിത്രീകരിക്കാറുണ്ട്. അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് എത്ര മനോഹരമായിട്ടാണ് അവിടുന്ന് പെരുമാറിയത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാര്യം പറഞ്ഞു. ബീവിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സ്. അവരൊന്നിച്ച് 25 കൊല്ലം ജീവിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് 50 വയസ്സുള്ളപ്പോ ഖദീജ ബീവിന്റെ വയസ്സ് 65. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരിക്കൽ ചോദിച്ചിട്ട്, നബിയെ നിങ്ങൾക്ക് ഏറ്റവും സങ്കടം എന്താണ്? യാ റസൂലല്ലാഹ്, നബിയേ ജീവിതത്തിൽ അനുഭവിച്ചതിലോ ഏറ്റവും വലിയ വേദന അതേതാണ്? ജീവിതത്തിൽ അനുഭവിച്ചതിലോ ഏറ്റവും വലിയ വേദന അതേതാണ് നബിയേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, വഫാത്തു ഖദീജ, വഫാത്തു ഖദീജ. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ദിവസം, ബീവി വഫാത്തായതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടമെന്ന് ഹബീബേ മുഹമ്മദ് മുസ്തഫ. മുത്തുനബിക്ക് 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട്, ആയിഷ ബീവിയോട് പറഞ്ഞത്, അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. ഖദീജ ബീവിയെ പോലെ, അവരെ പോലെ നല്ല ഒരാള്, അവരെക്കാട്ടിലും നല്ല ഒരാള്, അവരെക്കാൾ നല്ല ഒരാളെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. ആ ഖദീജ ബീവിയേക്കാൾ നല്ല ഒരാളെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. ബീവി നബി തങ്ങളെക്കാ 15 വയസ്സ് കൂടുതലാണ്. ബീവി 2 തവണ, നേരത്തെ 3 തവണ പ്രസവിച്ചതാണ്. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ബീവിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. 2 ഭർത്താക്കന്മാര് മരിച്ചതാണ്. 2 ഭർത്താക്കന്മാര് നേരത്തെ കല്യാണം കഴിച്ച, അതിലൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉമ്മയായ നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള വൃദ്ധയായ ആ ഉമ്മയുടെ കൂടെ 25 കൊല്ലം റസൂലുള്ള ജീവിച്ചിട്ട് അവസാനം ബീവിയെ പറ്റി പറഞ്ഞത്, അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. ഖദീജ ബീവിയെ പോലെ നല്ല ഒരാളെ, അത്രക്ക് നല്ല ഒരാളെ എനിക്ക് അല്ലാഹു വേറെ തന്നിട്ടില്ല. 15 വയസ്സ് കൂടുതലുള്ള വിധവയാണവർ. ഹബീബിനേക്കാൾ വയസ്സ് കൂടുതൽ, അല്ലാതെ 18-കാരിയല്ല, 16-കാരിയല്ല. 25 വയസ്സിൽ നബി തങ്ങൾ കെട്ടുമ്പോ അവരുമ്മയായിട്ടുണ്ട്. മക്കളുടെ 3-4 മക്കളുടെ ഉമ്മയാണ്. 2 ഭർത്താക്കന്മാര് മരിച്ചു പോയ വിധവയാണ്. ആ ബീവിയെ പറ്റി പറഞ്ഞത് ആയിഷ, ഖദീജ ബീവിയെ പോലെ നിങ്ങളാർക്കും ഉയരാൻ പറ്റിയിട്ടില്ല ആയിഷ. അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. മക്കപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. മക്കപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. മഹബൂബ് റൂഹുൽ അമീനോരെ രാവ്, മഹബൂബ് റൂഹുൽ അമീനോരെ രാവ്. മുഹബ്ബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങും രാവ്.
രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കി അരുണനെ പുണർന്ന് അജബാറാടി വിണ്ണും അരുണേറി ചന്തം അടരാടി തമസിൽ നെറുനൂറ് ചിന്തം ശരഫാതിരുഹിറുഫാമിവർ ആകി വസന്തം തൂകി സുഗന്ധം. ആ ബീവിയെ പോലെ വേറൊരാളെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അതെല്ലാ പുരുഷന്മാരും മനസ്സിലാക്കണം. കുറെ തൊലിവെളുപ്പുള്ള അല്ലെ ഒരുത്തിയെ കിട്ടുക എന്നല്ല, നല്ല സ്വഭാവമുള്ള ഒരാൾ, നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള വൃദ്ധയായ, നേരത്തെ 3-4 കുഞ്ഞുങ്ങളെ പ്രസവിച്ച 2 ഭർത്താക്കന്മാരിലൂടെ അവർ വഫാത്തായി പോയ വിധവയായ പ്രായമുള്ള 15 വയസ്സ് ഹബീബിനേക്കാൾ കൂടുതലുള്ള ബീവിയെ പറ്റിയാണ് നബിതങ്ങൾ അത് പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടം ഖദീജ ബീവി വഫാത്തായപ്പോഴാണ്. ഇതാണുങ്ങളെ നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കണം. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ അവര് കല്യാണത്തിന്റെ ദിവസം മെഹർ ചാർത്തുന്നതിന് മുമ്പ് ഒരുടെ ഉപ്പ നമ്മളോട് പറഞ്ഞ വാക്ക്, എന്റെ മോളെ നിനക്ക് ഞാൻ തരാൻ, ഇടങ്ങാറാക്കാൻ പാടില്ല. അല്ല പറഞ്ഞിട്ടാണ് തരുന്നത്. നല്ല സ്നേഹത്തിലും സമാധാനത്തിലായിരിക്കണം, ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല. നിനക്ക് പറ്റൂലെങ്കിൽ തിരിച്ചു തന്നേക്ക്, അല്ലാതെ ഇകീത്താനോ എല്ലാവർക്കും കൊട്ടാനുള്ള ചണ്ടയാക്കാനോ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഒരു പിതാവ് മകളെ തന്നത്. ആ ബോധത്തിലായിരിക്കണം ഉപ്പമാരെ നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ നാളെ പടച്ചവന്റെ പരലോകം നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഒരാളുകളുടെ വിചാരം ഭാര്യനെ വേദനിപ്പിച്ചാൽ കുഴപ്പമില്ല എന്നാ. ആര് പറഞ്ഞു? ഏറ്റവും അല്ലാഹു ശിക്ഷ തരുന്നത് ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ചാലാണ്. അത് കഴിഞ്ഞാൽ ആരെയാണോ അവൻ കല്യാണം കഴിച്ചത് അവരെ വേദനിപ്പിച്ച അല്ലാഹു വെറുതെ വിടൂല. പ്രയാസപ്പെടുത്താൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പെരുമാറ്റം എങ്ങനെയാണ്? മുആവിയത്ത് ഇബ്നു ഹൈദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുന്നത്, നബിയെ, ഞങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യനോടുള്ള കടമെന്ത്? നീണ്ട ഹദീസാണ്, 5 കടമ മാത്രം ഞാൻ പറയാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഫുഡ് കഴിച്ചാൽ നിന്റെ ഓക്കും തിന്നാൻ കൊടുക്കണം. നമ്മൾ അങ്ങാടിയിലും അവിടെയും ഇവിടെയും പോയിട്ട് ഡെയിലി ഫുഡ് കഴിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാൻ അവിടുന്ന് തിന്നിട്ടുണ്ട്, ഇത് കഴിച്ചോ, അങ്ങനെ പറയാൻ പാടില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്. നീ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും ഭക്ഷണം കൊടുക്കണം. കുടുംബജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങാടിയിലൂടെ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സുബ്ഹാനല്ലാഹ്. നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് തെറ്റില്ല. ഒന്നെങ്കിൽ അത് അവളെ ഇൻഫോം ചെയ്യണം, ഇവരെ അറിയിക്കണം. അതല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊണ്ടു കൊടുക്കണം. അതും അല്ലെങ്കിൽ അതോട് പറയാതിരിക്കെങ്കിലും വേണം. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ഇണക്കും ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അതിന്റെ ശറഹുണ്ട്, വിശദീകരണമുണ്ട്. പറയാറുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഓളിങ്ങനെ വെളുപ്പി തന്നോട്ടെ 24 മണിക്കൂറും അങ്ങനെയല്ല. നിങ്ങൾ ഒരുമിച്ചാണ്, ഒരു അണുകുടുംബമാണ്, ഭാര്യയും ഭർത്താവും മക്കളും ഉള്ളത് വീട്ടിൽ. നിങ്ങൾ ഒരുമിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ നിങ്ങൾ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം. വൈഫിന് ഡ്രസ്സ് വാങ്ങുന്ന വിഷയത്തിലൊന്നും വല്ലാണ്ട് പിഷ്കണ്ടാന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകൾ കഴിഞ്ഞു വരുമ്പോ പങ്കാളികൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതിന്റെ ഹദീസുകൾ, കിതാബുകളിൽ തെളിവുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നല്ല വസ്ത്രങ്ങളൊക്കെ ഏറ്റവും ആർഭാടവും മുന്തിയതും ശരീരത്തിന്റെ ആകൃതിയും ഷേപ്പും പുറത്ത് കാണുന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കൽ ഹറാം. അല്ലാഹു ഹറാമാക്കിയ വസ്ത്രമല്ല, ഹലാലാക്കിയ ദീനിയായിട്ട് ജീവിക്കേണ്ട വസ്ത്രം, അത് ഭാര്യക്ക് അവൾക്ക് ഇഷ്ടമുള്ള നല്ല വസ്ത്രം തന്നെ മേടിച്ചു കൊടുക്കണം. ശരീരത്തിന്റെ ഭംഗി നാട്ടുകാർ കാണുന്ന അങ്ങനത്തെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കൽ ഹറാം. അതിന്റെ പേരിൽ നാളാഖിറം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നല്ല വൃത്തിയുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, നല്ല പർദ്ദ വാങ്ങിച്ചു കൊടുക്കുക. അവൾക്ക് ആവശ്യമുള്ള അത്രയും വസ്ത്രം ഇൻഷാ അല്ലാഹ് ആവശ്യത്തിന് അത് വാങ്ങിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അതിലൊന്നും എന്ത് ചെയ്യേണ്ട, പിഷ്കണ്ട. ഇങ്ങനെ പിഷ്കുണ്ടാക്കി അവസാനം അറ്റാക്ക് അങ്ങ് മരിച്ചു. ഉള്ള കാലം
അവനാന്റെ ഭാര്യക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങൾ ഒരിക്കലും അവരെ മുഖത്ത് തല്ലാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല. വിശദീകരിക്കുന്നില്ല. നാലാമത്തത് വലാ തുഖബ്ബി, അവൾക്ക് ശാരീരിക മാനസിക വൈരൂപ്യം വരുത്താൻ പാടുള്ളതല്ല. ഭയങ്കരമായിട്ട് വിഷമം കൊടുത്തിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കുക. ഭയങ്കരമായ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഏതൊരാളുടെ ശരീരം ശോഷിച്ചു പോകും. മാനസിക ശാരീരിക വിഷമം കൊടുക്കാൻ പാടില്ല. നാലാമത്തതോ വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈതി, നിങ്ങൾ ബെഡ്റൂമിലല്ലാതെ ഒരിടത്തും അവളിൽ നിന്ന് അകന്ന് നിൽക്കരുതേ എന്ന് റസൂലുള്ളാഹ്. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ബെഡ്റൂം ഓൺലി, അല്ലാതെ മറ്റൊരാളുള്ളിടത്ത് ഡൈനിങ് ഹാളില്, കിച്ചണില്, മക്കളെ മുന്നില്, പുറത്തു പോകുമ്പോ കുടുംബ വീട്ടില്, എവിടെയും നിങ്ങള് അകന്ന് നിൽക്കരുതേ, അകലരുതേ. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈതി, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള നിങ്ങളുടെ ബെഡ്റൂമിലല്ലാതെ പുറത്തൊരിടത്തും നിങ്ങൾ അകലരുതേ. നിങ്ങളുടെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ മറ്റൊരാളിലെത്തരുതേ. വളരെ പ്രധാനമാണ്. അടുക്കളയിലൊക്കെ ഭാര്യനോട് മുഖം കറുപ്പിച്ചിരിക്കാൻ പാടില്ല. ബെഡ്റൂമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഫൈറ്റ്, അവിടെ തീർന്നു, ഖലാസ്. അതല്ലാതെ മൂന്നാമത്തെ ഒരാളുടെ മുന്നിൽ ജീവിത പങ്കാളിയെ മോശമാക്കി ചിത്രീകരിക്കാനോ അകന്നു നിൽക്കാനോ ഫൈറ്റ് അടിക്കാനോ ഒരു ഓപ്ഷനും ദീനിലില്ല. മക്കളെ മുമ്പിൽ വെച്ച് ഭാര്യമാരെ ദേഷ്യം പിടിക്കാനോ ഒച്ചപ്പാടുണ്ടാക്കാനോ പാടുള്ളതല്ല. അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. വീട്ടിൽ മൂത്തച്ചിയുണ്ട്, ഇളയച്ചിയുണ്ട്, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അവരെ മുന്നിൽ ഭാര്യമാരെ മോശാക്കാൻ ദീനിൽ യാതൊരു ഓപ്ഷനും ഇല്ല.